എല്ലാവർക്കും നമസ്കാരം. എന്റെ ചാനലിലേക്കു സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്ട്രോബെറി നോൺ-ബേക്ക് ചീസ് കേക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ലളിതവും രുചികരവുമായ ഒരു വിഭവം തന്നെയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: ബിസ്ക്കറ്റ് ബേസിനു വേണ്ടി മാരി അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് 200 ഗ്രാം, വെണ്ണ ഉരുക്കിയത് 100 ഗ്രാം, പാൽ 1 ടേബിൾ സ്പൂൺ, ചീസ് കേക്ക് ഫില്ലിംഗ്, ഫ്രഷ് ക്രീം 200 ഗ്രാം, കണ്ടൻസ്ഡ് മിൽക്ക് 1/4 കപ്പ്, പഞ്ചസാര പൊടി 2 ടേബിൾ സ്പൂൺ, ക്രീം ചീസ് 200 മില്ലി. 200 ഗ്രാം മാരി ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്ത് ആദ്യം നല്ല പോലെ പൊടിയാക്കണം. കൈകൊണ്ട് പൊട്ടിച്ചതിനുശേഷം മിക്സിയിൽ അടിച്ചു തരിയായി കട്ടയായ കഷണങ്ങൾ ഒന്നും ഇല്ലാതെ ആയിരിക്കണം. ഇതിനുശേഷം 100 ഗ്രാം വെണ്ണ എടുത്ത് പൂർണ്ണമായി ഉരുക്കുക. തണുത്ത ശേഷം ബിസ്ക്കറ്റ് പൊടിയിലേക്ക് ചേർക്കണം. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് പൊടിയും ഉരുകിയ വെണ്ണയും നല്ല പോലെ ചേർത്ത് മിക്സ് ചെയ്യുക. കൈകൊണ്ടോ സ്പൂൺ ഉപയോഗിച്ചോ ഇളക്കി മുഴുവൻ ബിസ്ക്കറ്റ് പൊടിയും വെണ്ണയിൽ നന്നായി പൊതിഞ്ഞതുപോലെ ആക്കണം. ഇതിനുശേഷം 1 സ്പൂൺ പാൽ കൂടി ചേർക്കുക. വീണ്ടും എല്ലാം ഒരുമിച്ച് നന്നായി മിക്സ് ചെയ്യുക. അമർത്തുമ്പോൾ പൊടിഞ്ഞു പോകാതെ ഇരിക്കണം. ഇപ്പോൾ ഈ തയ്യാറാക്കിയ മിശ്രിതം ഒരു ചീസ് കേക്ക് ടിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലാറ്റ് ബോട്ടമുള്ള ബോളിലേക്ക് മാറ്റുക. സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായി അമർത്തിയോ ഒരേ ലെവലിൽ പാകപ്പെടുത്തുക. അരികുകളിലും നടുവിലും ഒരേപോലെ കട്ടിയോടെ അമർത്താൻ ശ്രദ്ധിക്കുക. അമർത്തി പാകപ്പെടുത്തിയ ശേഷം ഈ ടിൻ അല്ലെങ്കിൽ ബോൾ 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഇതോടെ ബിസ്ക്കറ്റ് ബേസ് നന്നായി സെറ്റ് ആയി കട്ടിയെടുക്കും. പിന്നെ മുകളിൽ ചീസ് കേക്ക് ഫില്ലിംഗ് ചേർക്കാൻ ഇത് തയ്യാറായിരിക്കും. ഇനി ചീസ് കേക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനായി ഒരു ബോളിൽ 200 ഗ്രാം ഫ്രഷ് ക്രീം ചേർത്ത് ഇലക്ട്രിക് ബീറ്റർ വച്ച് അടിക്കുക. ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നീട് 200 മില്ലി ക്രീം ചീസ് കൂടി ചേർത്ത് അളവ് ഇരട്ടിയായി കട്ടിയാകുന്നത് വരെ നന്നായി വിസ്ക് ചെയ്യുക. ഈ ക്രീം മിശ്രിതം നേരത്തെ തയ്യാറാക്കി തണുപ്പിക്കാൻ വച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ബേസിന് മുകളിലേക്ക് ഒഴിച്ച് നിരപ്പാക്കുക. ഇതിനെ വീണ്ടും 4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. സ്ട്രോബെറി ടോപ്പിംഗ്: ഇതിനായി 300 ഗ്രാം സ്ട്രോബെറി എടുത്തു തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകുക. ഇലയുള്ള ഭാഗവും തണ്ടും നീക്കം ചെയ്യുക. ഫ്രഷ് അല്ലെങ്കിൽ ഫ്രോസൺ സ്ട്രോബെറി ഉപയോഗിക്കാം. ഫ്രോസൺ സ്ട്രോബെറി ഉപയോഗിച്ചാൽ ആദ്യം ഫ്രീസറിൽ നിന്ന് മാറ്റി സോഫ്റ്റായി മാറ്റുക. കഴുകിയ സ്ട്രോബെറിയെ ചെറിയ കഷണങ്ങളാക്കി അരിയുക. മിക്സിയിൽ ഇട്ടു കട്ടിയായി അടിക്കുക. ഒരു വലിയ കട്ടിയുള്ള പാത്രത്തിൽ സ്ട്രോബെറി പ്യൂരി 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് പതുക്കെ തിളപ്പിക്കുക. മൂടി വയ്ക്കാതെ ചെറുതായി കട്ടിയാകുന്നതുവരെ നിരന്തരം ഇളക്കുക. ലോ മീഡിയം തീയിൽ ചൂടാക്കി ഇളക്കി വേവിക്കുക. തീ കൂടിയാൽ പഞ്ചസാര കരിഞ്ഞു നിറം മാറിപ്പോകാൻ സാധ്യത ഉണ്ട്. വെള്ളം വറ്റി സ്ട്രോബെറി സോഫ്റ്റായി ലഘു ജാം പോലെയുള്ള ടെക്സ്ചർ ഉണ്ടാകുമ്പോൾ തീ അണച്ചു വയ്ക്കുക. ഇതിനെ നന്നായി തണുപ്പിക്കുക. സെറ്റ് ആയ ചീസ് കേക്കിന്റെ മുകളിലേക്ക് ഈ ടോപ്പിംഗ് ഒഴിക്കുക. ഒരു സ്പാറ്റുലയോ സ്പൂണോ ഉപയോഗിച്ച് സ്ട്രോബെറി ടോപ്പിംഗ് ശ്രദ്ധാപൂർവം അതിനു മുകളിൽ പരത്തുക. ഇതോടെ നമ്മുടെ ചീസ് കേക്ക് തയ്യാറായി കഴിഞ്ഞു. കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ, അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചാൽ ശരിയായ ഘടനയുള്ള ചീസ് കേക്ക് ലഭിക്കും. നമ്മുടെ മൃദുവും ക്രീമിയുമായ സ്ട്രോബെറി ചീസ് കേക്ക് തയ്യാർ. ഈ വീഡിയോ കണ്ടതിനു നന്ദി. രുചികരവുമായ ഈ പാചകക്കുറിപ്പ് കണ്ടു നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ രുചികരമായ പാചകക്കുറിപ്പുകൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.